പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി ഡോക്ടർ ശശി തരൂർ എം പി. മോദി പറയുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് ആശയം എല്ലാവരും വിശ്വസിച്ചാൽ പ്രശ്നമില്ലെന്ന് ഡോക്ടർ ശശി തരൂർ എം പി 24 പറഞ്ഞു. ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് ഇപ്പോൾ പോകുന്നു. ആ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം തന്നെ ഹിന്ദു ഐഡിയോളജി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാഫ്രണൈസിങ് നടക്കുന്നു എന്നുള്ളതാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ ഒരു ഇടപെടൽ കമൻറ്റ്. വിദേശത്തിൽ വന്നിട്ട് നമ്മൾ സാധാരണ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. എന്നാലും അഭിപ്രായത്തിൽ അത്യാവശ്യമായിട്ടുള്ളത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു ശക്തിയാണ് എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നല്ലോ സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരെയും ഒരുമിച്ച് വികസിപ്പിക്കണം, എല്ലാവരെയും ഒരുമിച്ച് ഒരേ ഒരു സഹകരണം ഉണ്ടാവണം. ആ സന്ദേശത്തിനെ എല്ലാവരും ഹൃദയത്തിൽ എടുത്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും പ്രശ്നങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് KC വേണുഗോപാൽ ഒഴിഞ്ഞുമാറി. ശശി തരൂർ ഇടയ്ക്കൊന്ന് പ്രധാനമന്ത്രിയെ പൊക്കും, പിന്നെ തങ്ങൾക്കൊപ്പം വരും എന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. അദ്ദേഹം ഇടയ്ക്ക് വന്ന് പ്രധാനമന്ത്രിയെ പൊക്കും, പിന്നെ ഞങ്ങളോടൊപ്പം വരും, കുഴപ്പമില്ല. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ പാർലമെന്റിൽ നിന്ന് ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, അപ്പോൾ ഡോക്ടർ ശശി തരൂർ എം പിയുടെ നിലപാട്, അതിനോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്താണ് അദ്ദേഹം വ്യക്തമാക്കിയ നിലപാട് ദീപക്? ഡോക്ടർ ഉന്മേഷ്, ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് ഉള്ളത്. വിക്ടോറിയ പാർലമെന്റിൽ നടന്ന സർവമത സമ്മേളനത്തിന് ശേഷമാണ് ശശി തരൂർ എം പി 24 സംസാരിക്കുന്നത്. അതിൽ അദ്ദേഹം നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ തയ്യാറായില്ല. പക്ഷേ എന്നാൽ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഭരണകൂടം ഒരു ഹിന്ദുത്വ ഭരണകൂടമാണോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അക്ഷരാർത്ഥത്തിൽ പുകഴ്ത്തുകയായിരുന്നു. കാരണം പ്രധാനമന്ത്രി മോദി പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒപ്പമാണ്, എല്ലാവരുടെയും വികസനം എന്നുള്ളതാണ്. ഇത് എല്ലാവരും ഉൾക്കൊണ്ടാൽ, പ്രധാനമന്ത്രി എല്ലാവരും വിശ്വാസത്തിലെടുത്താൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് കോൺഗ്രസിന്റെ ഇത്രയും പ്രധാനപ്പെട്ട നേതാവായ ശശി തരൂർ എം പി പറയുന്നത്. ശശി തരൂർ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇത് വീണ്ടും അദ്ദേഹം പ്രധാനമന്ത്രിയെ പുകഴ്ത്തുകയാണ്. ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തയ്യാറായിട്ടില്ല. എന്നാൽ അതേ സമയത്ത് K മുരളീധരൻ MP പ്രതികരിക്കാൻ തയ്യാറായി. അദ്ദേഹമാണെങ്കിൽ ഇതിൽ പറയുന്നത് ഇടയ്ക്ക് പ്രധാനമന്ത്രിയെ ശശി തരൂർ പുകഴ്ത്തും, പക്ഷേ പിന്നീട് നമുക്കൊപ്പം തന്നെ വരും, കോൺഗ്രസിനൊപ്പം തന്നെ വരും. ഇതാണ് നടക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പാർലമെന്ററി കാര്യ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ശശി തരൂർ കേന്ദ്ര സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട പദവി, പ്രത്യേകിച്ചും ജയശങ്കർ വിദേശകാര്യ മന്ത്രി, അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നയതന്ത്രപരമായ ഒരു കമ്മിറ്റിയിൽ അദ്ദേഹമുണ്ട്. വിദേശ യാത്രകളിൽ രാജ്യത്തെ പ്രതികരിച്ച് അദ്ദേഹം പോകുന്നുണ്ട്. അത്തരത്തിൽ മോഡി സർക്കാരിന്റെ പ്രിയപ്പെട്ടവനായി കോൺഗ്രസിന്റെ നേതാവ് ശശി തരൂർ മാറിയിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഓസ്ട്രേലിയയിൽ വന്ന് പ്രധാനമന്ത്രിയെ പുകഴ്ത്തുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. അതിലാണ് ഇപ്പോൾ നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.